Hello everyone, welcome to IPM IAS Academy's KS classes. KS എക്സാമിനേഷന് വേണ്ടിയുള്ള എല്ലാ പ്രിപ്പറേഷൻസും IPM തുടങ്ങി കഴിഞ്ഞു. KS എക്സാം എഴുതുന്ന എല്ലാ ആസ്പിറൻസിനും വളരെ മികച്ചൊരു ഓഫറാണ് IPM IAS അക്കാഡമി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഓഫർ അവൈൽ ചെയ്യുക. IPM IAS അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. മൈസെൽഫ് വിനായകൻ VS. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരള ജോഗ്രഫിയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയ കേരള റിവേഴ്സിനെ പറ്റിയാണ്. കേരള PSC ഒട്ടുമിക്ക എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേരള റിവേഴ്സ്. അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന KS എക്സാമിനേഷനും നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്ന് പല ടൈപ്പ് ചോദ്യങ്ങൾ, അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു ഹോട്ട് ടോപ്പിക് ആണ് കേരള റിവേഴ്സ് എന്ന് പറയുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. കേരള റിവേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കറിയാവുന്ന കുറെ ഫാക്റ്റുകളുണ്ട് അല്ലെ. കേരള ഇസ് എ ലാൻഡ് ഓഫ് റിവേഴ്സ്. ഇന്ത്യയിലെ സ്റ്റേറ്റുകൾ എടുത്തു നോക്കുമ്പോൾ കൂടുതൽ റിവേഴ്സ് ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റ് ആണ് കേരള എന്ന് പറയുന്നത്. കേരള ഹാസ് 44 rivers of which 41 are west flowing and 3 are east flowing. കേരളത്തില് മൊത്തം 44 നദികൾ ഉള്ളതായിട്ട് നമുക്കറിയാം. അതിൽ 41 വെസ്റ്റ് അല്ലെങ്കിൽ പടിഞ്ഞാറോട്ട് ഒഴുകുകയും 3 ഈസ്റ്റിലോട്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പറയാൻ കാരണം കേരളത്തിന്റെ ഫിസിയോഗ്രഫി നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നമ്മൾ പറഞ്ഞു കേരളത്തിന്റെ ഈസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ആ വെസ്റ്റേൺ ഗട്ട്സിൽ നിന്നാണ് ഈ 44 റിവേഴ്സും ഉത്ഭവിക്കുന്നത്. അതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് വെസ്റ്റേൺ ഗട്ട്സ് ആണ്. ഇനി വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ മൗണ്ടൻ, റൈറ്റ്? ഇതൊരു പർവ്വത നിരയാണ്. അതുകൊണ്ട് തന്നെ അതിന് 2 സൈഡ് ഉണ്ട്. ഈസ്റ്റേൺ സൈഡും കാണും, വെസ്റ്റേൺ സൈഡും കാണും. അതുകൊണ്ട് ആ ഒരു സ്ലോപ്പ് ആണ് ഈ റിവേഴ്സിന്റെ ഫ്ലോയിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് 41 എന്ന് പറയുന്നത് കേരള സൈഡിലോട്ട് സ്ലോപ്പ് ചെയ്ത് കിടക്കുന്ന ഏരിയ ആണ്. അപ്പൊ ആ അത്രയും റിവേഴ്സ് കേരളത്തിലൂടെ കടന്നു പോവുകയും മറിച്ച് അപ്പുറത്തെ സൈഡിലോട്ട് വരുന്ന തമിഴ്നാട് കർണാടക റീജിയൻസിലോട്ട് വരുന്നിടത്തോട്ട് ബാക്കി 3 റിവേഴ്സ് ഫ്ലോ ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ സ്ലോപ്പ് ആണ് എവിടെ ആണെങ്കിലും. ഇപ്പൊ നമ്മൾ ഹിമാലയൻ റിവേഴ്സ് എടുത്താലും എല്ലാത്തിനും അല്ലെ. ഇപ്പം ഇൻഡസ് ഒക്കെ നമ്മൾ പറയുകയാണെങ്കിൽ, സിന്ധു നദിയൊക്കെ പറയുകയാണെങ്കിൽ അത് നോർത്തിലോട്ടാണ് ആദ്യം ഒഴുകുന്നത്. അത് ഹിമാലയാസിലെ ടിബറ്റൻ റീജിയനിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് നോർത്തിലോട്ടാണ് അതിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. വൈ? ബിക്കോസ് ഇറ്റ്സ് അബൌട്ട് സ്ലോ. അപ്പോൾ റിവേഴ്സിന്റെ ഫ്ലോയെ ഡിറ്റർമൈൻ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ആസ്പെക്ട് ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 41 rivers are west flowing means slope is towards കേരള. കേരളത്തിലോട്ടാണ് ഈ 41 റിവേഴ്സിന്റെയും സ്ലോപ്പ്. മറിച്ച് ബാക്കി 3 തമിഴ്നാട് കർണാടക സൈഡിലോട്ടാണ് സ്ലോപ്പ് വരുന്നത്. ഇനി കേരള ഗവൺമെന്റ് 1974 ഒരു വിജ്ഞാപനം പുറത്ത് വിടുകയുണ്ടായി. അതിൽ പറയുന്നത് 15 കിലോമീറ്റേഴ്സ് ആണ് കേരളത്തിൽ റിവർ ആവാനായിട്ടുള്ള ഒരു ലിമിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് 1974 കേരള സർക്കാരിന്റെ വിജ്ഞാപനം പ്രകാരം 15 കിലോമീറ്ററിൽ കൂടുതലുള്ള ജലപ്രവാഹങ്ങളെയാണ് നദികളായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ നമ്മൾ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ മറ്റ് നദികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിലെ റിവേഴ്സിന് അത്രത്തോളം ദൂരം ഒഴുകുന്നില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പം ഹിമാലയൻ നദികളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2000-2500 പുറത്താണ് ഈ പറഞ്ഞ കണക്ക് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്രയുടെ ഒക്കെ ഒരു നീളം എന്ന് പറയുന്നത്. പക്ഷെ കേരളത്തിലോട്ട് വരുവാണെങ്കിൽ ഏറ്റവും നീളം കൂടിയ റിവർ ആണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാറിന് 244 കിലോമീറ്റർ ആണ് നീളം എന്ന് പറയുന്നത്. അപ്പൊ അത്രത്തോളം ചെറുതാണ്. അതുകൊണ്ട് ഒരു മഹാനദികളൊന്നും എവിടെ ഇല്ല, കേരളത്തിൽ ഇല്ല. എല്ലാം ചെറിയ നദികളാണ്, അല്ലെങ്കിൽ പുഴകൾ, ആറുകളായിട്ടൊക്കെ ആയിട്ട് നമുക്ക് കേരളത്തിലെ നദികളെ പറയാൻ സാധിക്കത്തുള്ളൂ എന്നും കൂടി മനസ്സിലാക്കുക. ഇനി 41 കേരളത്തിലൂടെ ഒഴുകുന്നത് വന്ന് പതിക്കുന്നത്, അല്ലെങ്കിൽ അതിന്റെ മൗത്ത് എന്ന് പറയുന്നത് അറേബ്യൻ സീയിലാണ്. സോ കേരളത്തിലൂടെ ഒഴുകുന്ന 41 നദികളും അവസാനം വന്ന് പതിക്കുന്നത് എവിടാണ്? അറബിക്കടലിലാണ്. പിന്നെ ചില നദികൾ കായലുകളിൽ, നമ്മൾ ഫിസിയോഗ്രഫി പറഞ്ഞപ്പോൾ ലോലാൻഡ് ഏരിയയിലെ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ബാക്ക് വാട്ടേഴ്സ് അല്ലെങ്കിൽ കായൽസ് എന്ന് പറയുകയുണ്ടായി. കുറെ നദികൾ കായലിൽ പതിച്ചിട്ട് കായല് ലാസ്റ്റ് സീയുമായിട്ട് മേർജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് 41 നദികളുടെയും ഫൈനൽ മൗത്ത് എന്ന് പറയുന്ന പതന മേഖലയാണ്. അതിന്റെ നദീമുഖം എന്ന് നമ്മൾ പറയും. അതിന്റെ അവസാന സ്ഥലം, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് കേരളത്തിലെ നദികളുടെ എല്ലാം അറബിക്കടലാണ്. കാര്യം പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് കൊണ്ട് തന്നെ ഇന്ത്യയുടെ വെസ്റ്റിലുള്ള വാട്ടർ ബോഡി ഏതാണ്? അറേബ്യൻ സീ ആണ്. മറിച്ച് ബാക്കി 3 അതായത് തമിഴ്നാട് കർണാടക ഭാഗത്തോട്ട് ഒഴുകുന്ന ബാക്കി റിവേഴ്സിന്റെ മൗത്ത് എന്ന് പറയുന്നത് ബേ ഓഫ് ബംഗാൾ ആണ്, ബംഗാൾ ഉൾക്കടലാണ്. അത് ഈസ്റ്റിലോട്ട് ഒഴുകുന്നതോട്ട്. ക്ലിയർ ആണല്ലോ? അപ്പൊ കേരളത്തില് 44 നദികൾ ഉത്ഭവിക്കുന്നു. കേരളത്തിലൂടെ ഒഴുകുന്നത് വെസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ളത് 41 ആണ്.
ഈസ്റ്റ് ഫ്ലോയിങ് എന്ന് പറയുന്നത് 3 എണ്ണമാണ്. നമുക്ക് ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് റിവേഴ്സ് എന്ന് നോക്കാം. അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടന്റ് റിവേഴ്സിന്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ പറഞ്ഞു ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. 244 കിലോമീറ്റർ ആണ് പെരിയാറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ ഭാരതപ്പുഴ, നീള എന്നൊക്കെ അറിയപ്പെടുന്ന ഭാരതപ്പുഴയാണ് രണ്ടാമത്തെ നീളം കൂടിയ നദി. 209 കിലോമീറ്റർ ആണ്, 209 ആണ് ഭാരതപ്പുഴയുടെ ലെങ്ത് എന്ന് പറയുന്നത്. ദെൻ പമ്പ, തേർഡ് ലോങ്സ്റ്റ് റിവർ പമ്പയാണ്. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ ദൂരം. അടുത്തത് ചാലക്കുടി പുഴ വരുന്നുണ്ട്, 145.5 കിലോമീറ്റർ. കടലുണ്ടിപ്പുഴ, അച്ചൻകോവിൽ, അങ്ങനെ ധാരാളം മറ്റു റിവറുണ്ട്. ചാലിയാർ പുഴയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ട പുഴകളെല്ലാം അതാണ്. ഓൾ അതേഴ്സ് ആർ സ്മോൾ ആൻഡ് എൻറ്റയർലി ഫെഡ് ബൈ മൺസൂൺ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള നദികൾ കൂടുതലും നമുക്കറിയാം പെനിൻസുലാർ നദികളാണ് ഇവയെല്ലാം, അല്ലെ? അതായത് ഹിമാലയൻ നദികളും ഉണ്ട്, പെനിൻസുലാർ അല്ലെങ്കിൽ ഉപദ്വീപീയ നദികളും ഉണ്ട്. അപ്പൊ കേരളം എന്ന് പറയുന്നത് ഉപദ്വീപിന്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ ഇവയെല്ലാം ഉപദ്വീപീയ നദികളാണ്. മഴക്കാലത്താണ് ഇവ കൂടുതലും എന്താവുന്നത്, ധാരാളം ജല ലഭ്യതയൊക്കെ ഉള്ള നദികളായി കാണുന്നത്. സീസണൽ റിവേഴ്സ് ആണ്. ബാക്കിയുള്ള ചെറിയ നദികൾ പലതും വേനൽക്കാലം ആകുമ്പോൾ വറ്റിപ്പോകുകയും മഴക്കാലമാകുമ്പോൾ നല്ല സമൃദ്ധിയോടുകൂടി ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി 3 റിവേഴ്സ്, അതായത് ഈസ്റ്റിലോട്ട് ഒഴുകുന്ന, കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഈസ്റ്റ് അല്ലെങ്കിൽ കിഴക്കോട്ട് ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന 3 നദികളാണ്. കബനി 57 കിലോമീറ്റർ ആണ് കബനിയുടെ ദൂരം എന്ന് പറയുന്നത്. ഫോളോഡ് ബൈ ഭവാനി 38 കിലോമീറ്റർ ആൻഡ് പമ്പാർ, പമ്പയല്ല പമ്പാർ ആണ് കേട്ടോ, പമ്പാർ 25 കിലോമീറ്റർ. ഇവ കിഴക്കോട്ട് ഒഴുകുന്നവയാണ്. അതിൽ കബനി കർണാടകയിലോട്ടാണ് ഒഴുകുന്നത്. ബാക്കി 2 അതായത് ഭവാനിയും പമ്പാറും തമിഴ്നാട്ടിലോട്ട് ഒഴുകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇനി മറ്റു കുറച്ച് ഫാക്ട്സ് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗംഗയാണ് കേട്ടോ. ഇന്ത്യയിലെ നീളം കൂടിയ നദി ഗംഗയാണ്. ഇനി പെനിൻസുലാർ ഇന്ത്യ, ഉപദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി എന്ന് പറയുന്നത് ഗോദാവരിയാണ്. ഓക്കെ, ഗോദാവരിയാണ് പെനിൻസുലാർ റിവേഴ്സിലെ ഏറ്റവും ലോങ്സ്റ്റ് റിവർ. ലോങ്സ്റ്റ് റിവർ ഇൻ ഇന്ത്യ ഗംഗ, ലോങ്സ്റ്റ് റിവർ ഇൻ പെനിൻസുലാർ ഇന്ത്യ ഓർ സദേൺ പാർട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉപദ്വീപ് പെനിൻസുലാർ പാർട്ടിലോട്ട് വരുവാണെങ്കിൽ അത് ഗോദാവരിയാണ്. ഇനി കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. ഇനി ഏറ്റവും നീളം കുറഞ്ഞ നദി അതറിയണം, ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്. ഏറ്റവും നീളം കുറഞ്ഞ നദി എന്ന് പറയുന്നത് മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. മഞ്ചേശ്വരം പുഴയാണ്, 16 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ നീളം. ഇനി ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് നോർത്തേൺ മോസ്റ്റ് റിവർ ഏതാണെന്നും കൂടി അറിഞ്ഞിരിക്കണം. അത് അതും മഞ്ചേശ്വരം പുഴ തന്നെയാണ് കേട്ടോ. അപ്പൊ ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും വടക്കേ അറ്റത്തുള്ള പുഴ, അതായത് കാസർഗോഡാണ് വടക്കേ അറ്റം എന്ന് പറയുമ്പോൾ. നോർത്തേൺ മോസ്റ്റ് ഡിസ്ട്രിക്ട് ഏതാണ്? കാസർഗോഡാണ്. അപ്പോൾ ഏറ്റവും നോർത്തേൺ മോസ്റ്റ് എന്ന് പറയുന്ന റിവർ ഏതാണ്? മഞ്ചേശ്വരമാണ് കേട്ടോ. നോർത്തേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത് മഞ്ചേശ്വരമാണ്. അതുപോലെ തന്നെ ഏറ്റവും നീളം കുറഞ്ഞ നദിയും മഞ്ചേശ്വരമാണ് കേട്ടോ, നോർത്തേൺ മോസ്റ്റ് റിവർ. ഓക്കെ, അപ്പോൾ ഏറ്റവും നീളം കുറഞ്ഞ നദി മഞ്ചേശ്വരം പുഴയാണ്. ഏറ്റവും വടക്കേ അറ്റത്ത് നോർത്തേൺ മോസ്റ്റ് റിവറും മഞ്ചേശ്വരം പുഴയാണ് കേട്ടോ. മഞ്ചേശ്വരം പുഴ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നോർത്തേൺ മോസ്റ്റ് പറയുമ്പോൾ നമ്മൾ സദേൺ മോസ്റ്റ് പറയണ്ടേ? ഏറ്റവും തെക്കേ അറ്റത്തുള്ള പുഴ മറ്റൊന്നുമല്ല, നെയ്യാറാണ്. തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറാണ് ഏറ്റവും തെക്കേ അറ്റത്ത് സദേൺ മോസ്റ്റ് റിവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സദേൺ മോസ്റ്റ് അല്ലെങ്കിൽ കേരളത്തിലെ രണ്ടാമത്തെ നീളം കുറഞ്ഞതും അല്ലെങ്കിൽ സൗത്ത് കേരളയിലെ ഏറ്റവും നീളം കുറഞ്ഞ പുഴ എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. വർക്കലയിലുള്ള അയിരൂർ പുഴയാണ് ഏറ്റവും രണ്ടാമത്തെ നീളം കുറഞ്ഞ നദിയും. അല്ലെങ്കിൽ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ തെക്കൻ കേരളത്തിലെ ഏറ്റവും ചെറിയ നദി അല്ലെങ്കിൽ പുഴ എന്ന് പറയുന്നത് അയിരൂർ പുഴയാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ നദികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് പരിശോധിക്കാം പെരിയാറിനെ പറ്റി. ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറിനെ പറ്റി നമുക്ക് പഠിക്കാം. പെരിയാർ ഇസ് ദ ലോങ്സ്റ്റ് റിവർ ഇൻ ദ സ്റ്റേറ്റ് വിത്ത് എ ലെങ്ത് ഓഫ് 244 കിലോമീറ്റർ. മറന്നു പോരുത്, പെരിയാറിന്റെ നീളം 244 കിലോമീറ്റർ ആണ്, 244 കിലോമീറ്റർ. വാട്ടർ ഷെഡ് അല്ലെങ്കിൽ ഏരിയ എന്ന് പറയുന്നത്, വാട്ടർ ഷെഡ് എന്ന് പറയുമ്പോൾ വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയും. അതായത് നദിയും അതിന്റെ പോഷക നദികളും കൈവരികളും ഉണ്ടെങ്കിൽ അവയും എല്ലാം കൂടി വരുന്ന ഒരു ഏരിയ, അല്ലെ റിവർ ബേസിൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ ഏരിയ എന്ന് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ പെരിയാറിന്റെ ഏരിയ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് എന്ന് പറയുന്നത് 5284 സ്ക്വയർ കിലോമീറ്റർ, 5284 ചതുരശ്ര കിലോമീറ്റർ ആണ് പെരിയാറിന്റെ വൃഷ്ടിപ്രദേശം എന്ന് പറയുന്നത്.
അത്രയും ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ടും ഏറ്റവും ലോങ്സ്റ്റ് റിവർ ഒരുപാട് സ്ഥലങ്ങളിലൂടെയൊക്കെ ഒഴുകുന്നത് കൊണ്ടും കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നുണ്ട്. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന റിവറാണ് പെരിയാർ. ഓക്കെ, ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്ന റിവർ പെരിയാർ ആണ്. വൈ? ബിക്കോസ് അതിന്റെ ഒരു ലെങ്തും ആ ഒരു ഏരിയ കവർ ചെയ്യുന്നതൊക്കെ കൊണ്ടാണ് കേട്ടോ. പെരിയാർ ഒറിജിനേറ്റ്സ്, ഇനി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. പെരിയാർ ഒറിജിനേറ്റ്സ് ഫ്രം ശിവഗിരി ഹിൽസ് ഓഫ് വെസ്റ്റേൺ ഗട്ട്സ് റേഞ്ച് ഇൻ കേരള. കേരളത്തിലൂടെ കടന്നു പോകുന്ന പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്നാണ് പെരിയാറിന്റെ ഉത്ഭവം. പെരിയാർ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ ശിവഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഇനി ഏതൊക്കെ ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് നോക്കാം. ഇടുക്കി, എറണാകുളം ആൻഡ് ഫൈനലി എൻറ്റീസ് അല്ലെങ്കിൽ അതിന്റെ മൗത്ത്, അതായത് നദീമുഖം എന്ന് പറയും. മൗത്ത് എന്ന് പറയുന്നത് എവിടാണ്? വേമ്പനാട്ട് ലേക്കിലാണ്. അപ്പൊ അത് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ പതിക്കുന്നില്ല, അറബിക്കടലിൽ പതിക്കുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു വെസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് അറബിക്കടലിലാണ് ലാസ്റ്റ് വന്ന് ചേരുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് ചേരുന്നവയുണ്ട്. ഇതേ കണക്ക് വേമ്പനാട്ട് കായൽ വഴി വേമ്പനാട്ട് കായൽ പിന്നെ എന്ത് ചെയ്യുന്നു? അറബിക്കടലിൽ വന്ന് ചേരുന്നു. അപ്പൊ അങ്ങനെയാണ് പെരിയാറിന്റെ ഒരു നദീമുഖം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൗത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഇടുക്കി, എറണാകുളം ജില്ലകളിലൂടെ ഒഴുകി വേമ്പനാട്ട് കായലിൽ വന്ന് ചേരുകയാണ് പെരിയാർ ചെയ്യുന്നത്. ഇനി വാട്ടർ ഈസ് ഡൈവേർട്ടഡ് ഫ്രം ദ തേക്കടി ലേക്ക്. ഇത് ഉത്ഭവിക്കുന്ന ആ ശിവഗിരി കുന്നുകളിൽ നിന്ന് തേക്കടി കായലിലോട്ട് എത്തുന്നു. തേക്കടി കായലിൽ നിന്ന് ഇത് വൈഗ എന്ന് പറയുന്ന നദിയിലോട്ട് ഒഴുകി ചേരുകയാണ് ചെയ്യുന്നത്. തമിഴ്നാട്ടിലെ വൈഗയിലോട്ട് അതിന്റെ ഒരു സ്ട്രീം പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതായത് തമിഴ്നാട്ടിലെ അതൊരു ഷാഡോ റീജിയൻ ആണ്. ഷാഡോ റീജിയൻ എന്ന് പറയുമ്പോൾ നിഴൽ മേഖലയാണ് തമിഴ്നാടിന്റെ ആ ഒരു പാർട്ട്. നമുക്കറിയാം ഈ പശ്ചിമഘട്ടം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ ലഭിക്കുന്ന മഴയുടെ അത്രയും എവിടെ ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ആ മഴക്കാറ്റുകൾ എങ്ങോട്ട് പോകുന്നില്ല? തമിഴ്നാട്ടിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ഏരിയ കൂടുതലും റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ മഴ നിഴൽ പ്രദേശമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അതായത് മഴ വളരെ കുറവാണ്, അതൊരു ഡ്രൈ കണ്ടീഷൻ ഏരിയ ആണ്. അപ്പോൾ അതിന്റെ അവിടുത്തെ ഒരു കൃഷിയൊക്കെ ഒന്ന് പരിപോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങോട്ട് ഒരു ജലം എത്തിക്കാൻ വേണ്ടിയാണ് തേക്കടി കായലിൽ നിന്ന് വൈഗ റിവറിലോട്ട് പെരിയാറിന്റെ ഒരു സ്ട്രീം അങ്ങോട്ട് ഒഴുക്കി വിടുന്നുണ്ട്. ത്രൂ എ ടണൽ ത്രൂ വെസ്റ്റേൺ ഗട്ട്സ്. ടണൽ ത്രൂ വെസ്റ്റേൺ ഗട്ട്സ്. നമ്മൾ വെസ്റ്റേൺ ഗട്ട്സിലെ ഒരു ഏരിയയിലൂടെ നമുക്ക് ഈ ജലം, ഈ പെരിയാറിലെ ജലം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തമിഴ്നാടിന് കുറച്ച് കൊടുക്കുന്നുണ്ട്. അല്ലാതെ തന്നെ നമുക്കറിയാം അല്ലെ, ഈ മുല്ലയാർ വഴിയൊക്കെ മുല്ലപ്പെരിയാർ ഇഷ്യൂസ് ഒക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇവിടെ നിന്നുള്ള വെള്ളം അങ്ങോട്ട് കൊടുക്കുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിവർ ഡിസ്പ്യൂട്ട്സ് ഒക്കെ, അല്ലെങ്കിൽ വാട്ടർ ഡിസ്പ്യൂട്ട്, ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ഒക്കെ ഉള്ള ഒരു ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ആ ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് അപ്പൊ നോക്കാം. പെരിയാറിന്റെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസ് ആണ് മുതിരപ്പുഴ, ഓർത്ത് വെച്ചേക്കണം, ഇമ്പോർട്ടന്റ് ആണ്. മുതിരപ്പുഴ, മുല്ലയാർ. മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. മുല്ലയാർ. ദെൻ ചെറുതോണി റിവർ, ഫേമസ് ആയിട്ടുള്ളതാണ് ഇടുക്കിയിലെ ചെറുതോണി റിവർ. പിന്നെ പെരിയൻകുട്ടി റിവർ. ദെൻ കട്ടപ്പന ആർ അല്ലെങ്കിൽ കട്ടപ്പന റിവർ. ഇടമലയാർ അല്ലെങ്കിൽ ഇടമല റിവർ. പലരും നിങ്ങൾ കേട്ടിട്ടുള്ള പേരുകളാണ്. ഇതിൽ മുതിരപ്പുഴയ്ക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. വൈ? ബിക്കോസ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്ട് ഈസ് സിറ്റുവേറ്റഡ് ഇൻ മുതിരപ്പുഴ. അപ്പൊ മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആണ്. വൈ? ബിക്കോസ് ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ ഒരു പബ്ലിക് സെക്ടറിൽ ആദ്യമായി നിർമ്മിക്കുന്ന ഒരു ജലവൈദ്യുതി പദ്ധതിയാണ് പള്ളിവാസൽ. പൊതുമേഖല രംഗത്ത് അല്ലെങ്കിൽ ഡാമുകൾ നമ്മൾ പറയുമ്പോൾ, ഡാമായിട്ടല്ല, ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് ആയിട്ട് പറയുമ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിലും നിർമ്മിക്കാറുണ്ട്. പക്ഷെ ഒരു പബ്ലിക് സെക്ടറിൽ അല്ലെങ്കിൽ ഒരു പൊതുമേഖലയിൽ ആദ്യമായി നിർമ്മിക്കുന്ന, കേരളത്തിലെ ആദ്യമായി നിർമ്മിക്കുന്ന ഡാമാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിസിറ്റി പ്രോജക്റ്റ് അല്ലെങ്കിൽ പള്ളിവാസൽ ജലവൈദ്യുതി പദ്ധതി. ഇത് സ്ഥിതി ചെയ്യുന്നത് പെരിയാറിന്റെ ട്രിബ്യൂട്ടറി അല്ലെങ്കിൽ പോഷക നദിയായ മുതിരപ്പുഴയിലാണെന്ന് ഓർത്തിരിക്കുക. ഇനി മുല്ലയാർ അതിൽ പറയുന്നുണ്ട്, മുല്ലയാറിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. പുരാതന കാലത്ത് പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു നദിയും കൂടിയാണ് നമ്മുടെ പെരിയാർ നദി എന്ന് പറയുന്നത്. കൗഡല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് പെരിയാർ നദി. അതുപോലെ തന്നെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദിയും കൂടിയാണ് പെരിയാർ നദി. ഇനി അതിനു പുറമെ മറ്റ് പേരുകളിൽ, അതായത് ഒഴുകുന്ന സ്ഥലം എത്തുമ്പോൾ ആ ഒരു സ്ഥലത്തിന്റെ പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. കാലടിപ്പുഴ, അതുപോലെ തന്നെ ആലുവ പുഴ എന്നെല്ലാം പേരുകളിൽ അറിയപ്പെടുന്ന നദിയും കൂടിയാണ് പെരിയാർ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതർ നെയിംസ് ഏതെല്ലാം വരും? കാലടിപ്പുഴ, ആലുവ പുഴ. ഇനി അതുപോലെ തന്നെ അർത്ഥശാസ്ത്രത്തിൽ
ഔഡല്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ്? പെരിയാറാണ്. അതുപോലെ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നദിയും പെരിയാർ നദിയാണ്. ഓക്കെ, അപ്പോൾ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് വിശേഷിപ്പിച്ചു, കൗഡല്യൻ ചൂർണി എന്ന് വിശേഷിപ്പിച്ച നദികളാണ് പെരിയാർ. അതുപോലെ തന്നെ കാലടിപ്പുഴ, ആലുവ പുഴ എന്നെല്ലാം പേരുകളിലും ഈ എന്താണ് പെരിയാർ അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ലോക്കൽ നെയിംസ് ആണ്. ആ ഒരു ഏരിയ എത്തുമ്പോൾ, ഇപ്പൊ എറണാകുളം ജില്ലയിൽ ഈ ഒരു സ്ഥലങ്ങളിൽ എത്തുമ്പോൾ ഈ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഫാക്റ്റ് ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദിയാണ് പെരിയാർ റിവർ എന്ന് പറയുന്നത്. ഓക്കെ, മോർ നമ്പർ ഓഫ് ട്രിബ്യൂട്ടറീസ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത്? പെരിയാർ നദിയാണ്. അതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത് ഏകദേശം 12ഓളം അണക്കെട്ടുകളാണ് നമ്മുടെ പെരിയാർ നദിയിൽ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിട്ടുള്ള നദിയുമാണ് പെരിയാർ. അപ്പൊ ഏറ്റവും കൂടുതൽ പോഷക നദികളുണ്ട്, ഏറ്റവും കൂടുതൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദിയുമാണ് ഏത്? പെരിയാർ എന്ന് പറയുന്നത്. ഇനി ആലുവയിൽ എത്തുമ്പോൾ ഈ പെരിയാർ നദി രണ്ടായി സ്പ്ലിറ്റ് ആവുന്നുണ്ട്. മംഗലപ്പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്നും പേരുകളിലാണ്. ആലുവയിൽ എത്തുമ്പോൾ, എറണാകുളം ജില്ലയിലെ ആലുവയിൽ എത്തുമ്പോൾ പെരിയാർ നദി രണ്ടായി വേർതിരിഞ്ഞ് ഒഴുകുന്നു. ഇതിൽ മംഗലം പുഴ അറബിക്കടലിൽ പതിക്കുകയും മാർത്താണ്ഡൻ പുഴ കൊടുങ്ങല്ലൂർ കായൽ എന്ന് പറയുന്ന വാട്ടർ ബോഡിയിലുമാണ് വന്ന് ചേരുന്നത്. ഓക്കെ, അപ്പോൾ പെരിയാർ നദി ആലുവയിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു? രണ്ടായി സ്പ്ലിറ്റ് ആവുന്നു. മംഗലം പുഴ എന്നും മാർത്താണ്ഡൻ പുഴ എന്ന പേരുകളിലാണ് തിരിഞ്ഞൊഴുകുന്നത്. അതിൽ മംഗലം പുഴ എവിടെ ചേരുന്നു? അറബിക്കടലിൽ ചേരുന്നു. മാർത്താണ്ഡൻ പുഴ കൊടുങ്ങല്ലൂർ കായലിൽ വന്ന് ചേരുന്നതായിട്ടും കാണാൻ സാധിക്കും. ഈ മാർത്താണ്ഡൻ പുഴയിലാണ് മാർത്താണ്ഡവർമ്മ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത്. ആലുവയിലുള്ള മാർത്താണ്ഡവർമ്മ ബ്രിഡ്ജ് ഉണ്ട്, ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. അത് സ്ഥിതി ചെയ്യുന്നത് ഈ മാർത്താണ്ഡൻ പുഴയിലാണ്. മാർത്താണ്ഡൻ പുഴ എവിടെ വന്ന് ചേരുന്നു? കൊടുങ്ങല്ലൂർ കായലിൽ വന്ന് ചേരുന്നു എന്നും കൂടി ഓർത്തിരിക്കുക. മറ്റൊരു ഫാക്ട്, മാട്ടുപ്പെട്ടി ഡാം, ഫേമസ് ആയിട്ടുള്ള ഒരു ഡാമാണ്. മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. ഓക്കെ, മാട്ടുപ്പെട്ടി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിലാണെന്നും ഓർത്തിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പെരിയാറിനെ പറ്റിയുള്ളത്. കുറെ പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ഇതൊക്കെയാണ്. ലോങ്സ്റ്റ് റിവർ ആണ് അല്ലെ, 244 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഏരിയ പറഞ്ഞു 5284 ആണ്. ലൈഫ് ലൈൻ ഓഫ് കേരള എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെ ശിവഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ഒഴുകുന്ന ജില്ലകൾ പറഞ്ഞു. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ട്രിബ്യൂട്ടറീസും, പിന്നെ പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ്, അത് ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ പൊതുമേഖല, കേരളത്തിലെ തന്നെ ആദ്യത്തെ ജലവൈദ്യുതി പദ്ധതിയാണ് പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അത് പെരിയാറിന്റെ പോഷക നദിയായ കുതിരപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഓർക്കുക. ഇത്രയുമാണ് പെരിയാർ നദിയെ പറ്റിയുള്ളത്. Now let's move to the next longest river. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയും കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് പറയാൻ കാര്യം, ആ ഒരു വൃഷ്ടിപ്രദേശം, കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ വാട്ടർ ഷെഡ് പെരിയാറിനെ ും കൂടുതലാണ് ആർക്ക്? രണ്ടാമത്തെ നീളം കൂടിയ നദിയായ ഭാരതപ്പുഴയ്ക്ക്. അപ്പോൾ സെക്കൻഡ് ലോങ്സ്റ്റ് റിവർ ആണ് ആഫ്റ്റർ പെരിയാർ. എന്റെ പല പേരുകളിൽ അറിയപ്പെടും. കുറച്ചുകൂടി ഫേമസ് ആയിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പോപ്പുലർ പേര് എന്ന് പറയുന്നത് ഏതാണ്? നിളയാണ് അല്ലെ. നിള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. ഏറ്റവും വലിയ നദി എന്ന് പറയുമ്പോൾ വിസ്തൃതി അല്ലെ ഏരിയ പറയുമ്പോൾ ഏറ്റവും വലുതാണല്ലോ. 5397 സ്ക്വയർ കിലോമീറ്റർ, 5397 ചതുരശ്ര കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയ്ക്കുള്ളത്. ലെങ്ത് 209 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി 209 കിലോമീറ്റർ ആണ് അതിന്റെ നീളം. വൃഷ്ടിപ്രദേശം വളരെ കൂടുതലാണ് ഇതിനെ അപേക്ഷിച്ച്, പെരിയാറിനെ അപേക്ഷിച്ച്. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായിട്ട് ഭാരതപ്പുഴയെ കണക്കാക്കുന്നുണ്ട്. ഇനി എവിടെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നതെന്ന് അറിയണം. ഇറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ആനമലൈ ഹിൽസ് ഇൻ വെസ്റ്റേൺ ഗട്ട്സ് ഓഫ് തമിഴ്നാട്. തമിഴ്നാടിന്റെ ഭാഗത്തോട്ടുള്ള പശ്ചിമഘട്ടത്തിലെ ആനമലൈ കുന്നുകളിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവം. ഓക്കെ, അപ്പോൾ നേരത്തെ പെരിയാർ ഓർമ്മയുണ്ടായിരിക്കും, ശിവഗിരി കുന്നുകളാണ്. ഇനി ഭാരതപ്പുഴയിലോട്ട് വരുമ്പോൾ അത് ആനമലൈ കുന്നുകളാണ്, ആനമലൈ ഹിൽസ് ആണ്. ഓക്കെ, ഇനി ഇത് വെസ്റ്റ് വേർഡ് പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത് ത്രൂ പാലക്കാട് ഗ്യാപ്പ്. അപ്പൊ തമിഴ്നാട് ഭാഗത്തെ പശ്ചിമഘട്ടത്തിൽ നിന്നാണല്ലോ ഉത്ഭവിക്കുന്നത്. അപ്പൊ കേരളത്തിലോട്ട് ഏത് വഴിയാണ് കയറി വരുന്നത്? നമ്മൾ ഫിസിയോഗ്രഫി ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ കാണും, നമ്മൾ പാലക്കാട് ഗ്യാപ്പിനെ പറ്റി പറയുകയുണ്ടായി. പാലക്കാട് ഗ്യാപ്പ് വഴിയാണ് ഭാരതപ്പുഴ കേരളത്തിലോട്ട് ഒഴുകുന്നത്. അപ്പോൾ അതെന്തായാലും ഏത് ജില്ലയിലെത്തും? പാലക്കാട് എത്തും. പാലക്കാടിന് പുറമെ തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഭാരതപ്പുഴ ഒഴുകി ലാസ്റ്റ് പൊന്നാനി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ ഒരു
താലൂക്കിലൂടെ ഒഴുകിയാണ് എവിടെ എത്തുന്നത്? കടലിൽ എത്തുന്നത്, അറബിക്കടലിൽ എത്തുന്നത്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ പാലക്കാട്, തൃശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനി എന്ന് പറയുന്ന സ്ഥലത്തിലൂടെയാണ് അറബിക്കടലിൽ വന്ന് പതിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാടുള്ള പറളി എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും, ഭാരതപ്പുഴയുടെ രണ്ട് പ്രധാനപ്പെട്ട പോഷക നദികളാണ് കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും. ഇവ ചേർന്നിട്ടാണ് പിന്നീട് ഭാരതപ്പുഴയായിട്ട് ഒഴുകുന്നത്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഭാരതപ്പുഴയുടെ ഉത്ഭവം പശ്ചിമഘട്ടം, തമിഴ്നാടിലെ പശ്ചിമഘട്ടത്തിലാണെന്ന് പറയുകയുണ്ടായി. പാലക്കാട് ഗ്യാപ്പ് വഴി കയറുന്നുണ്ടെന്നും പറഞ്ഞു. ഈ പാലക്കാട് ഗ്യാപ്പ് വഴി പാലക്കാട് എത്തുമ്പോൾ അവിടെ കണ്ണാടിപ്പുഴയും വന്ന് ചേരുന്നുണ്ട്, കൽപ്പാത്തിപ്പുഴയും. ഇവ രണ്ടും ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട രണ്ട് പോഷക നദികളാണ്. അപ്പോൾ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും പാലക്കാട് പറളിയിൽ വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഭാരതപ്പുഴയായി കേരളത്തിലൂടെ ഒഴുകുന്നത്. അവസാനം എവിടെ വന്ന് ചേരുന്നു? മൗത്ത് എവിടാണ്? മൗത്ത് എന്ന് പറയുമ്പോൾ നദീമുഖം അവസാനം വന്ന് പതിക്കുന്ന സ്ഥലം പൊന്നാനിയിലാണ്. പൊന്നാനിയിൽ നിന്നാണ് അറബിക്കടലിൽ വന്ന് ചേരുന്നതെന്ന് ഓർക്കുക. ഇനി നിള എന്ന് നമ്മൾ പറയുകയുണ്ടായി നേരത്തെ. പ്രാചീന കാലത്ത് നമ്മൾ മാമാങ്കം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇവന്റ് ആണ്, ഏൻഷ്യന്റ് ഇവന്റ് ആണ് അല്ലെ, കേരളത്തിൽ നടന്നതാണ് മാമാങ്കം. മാമാങ്കം നടന്നിരുന്നത് ഈ നിളയുടെ തീരത്താണ്, അല്ലെങ്കിൽ ഭാരതപ്പുഴയുടെ തീരത്താണ്. മറ്റൊരു പ്രാചീന പേര് പേരാർ എന്നും അറിയപ്പെട്ടിരുന്നു. അപ്പോൾ പ്രാചീന കാലത്ത് പേരാർ, നിള എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നദി എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. അപ്പൊ വലിപ്പം മനസ്സിലായി കാണും. വൃഷ്ടിപ്രദേശത്തിന്റെ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഇവിടെ 5397 ചതുരശ്ര കിലോമീറ്റർ ആണ് ഭാരതപ്പുഴയ്ക്ക് ഉള്ളത്. ഇനി ഭാരതപ്പുഴയിലും ധാരാളം അണക്കെട്ടുകളുണ്ട്. 11ഓളം റിസർവോയേഴ്സ് ആണ് ഭാരതപ്പുഴയിൽ നിർമ്മിച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ റിസർവോയർ അല്ലെങ്കിൽ ഡാമുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണെന്ന് പറഞ്ഞിരുന്നു. 12ഓളം ഡാമുകളാണ് പെരിയാറിലുള്ളത്. ഭാരതപ്പുഴയിലോട്ട് വരുമ്പോൾ ഒട്ടും പുറകിലല്ല, 11 റിസർവോയറുകളാണ് ഭാരതപ്പുഴയിലുള്ളത്. അതിൽ ഏറ്റവും വലുത്, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. അപ്പോൾ മലമ്പുഴ ഡാം, പാലക്കാട് ജില്ലയിലുള്ള മലമ്പുഴ ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. മലമ്പുഴ ഡാമിന്റെ പ്രത്യേകത കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം. ഓക്കെ, അതുപോലെ നൈൽ ഓഫ് കേരള എന്നറിയപ്പെടുന്ന നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്ന പുഴ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഭാരതപ്പുഴയാണ്. കൺഫ്യൂഷൻ വരാം. ഇങ്ങനെ വരുമ്പോൾ നൈല് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് നൈൽ അല്ലെ. അപ്പൊ നീളം കൂടിയ നദി നമ്മുടെ മനസ്സിൽ കേരളത്തിൽ പെരിയാറാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ വരാം, പെരിയാർ അല്ലേ നീളം കൂടിയ നദി, അപ്പോൾ നൈൽ ഓഫ് കേരള പെരിയാർ അല്ലേ എന്ന് ചോദിക്കാം. പക്ഷേ അല്ല, ഭാരതപ്പുഴയാണ്. കാരണം നമ്മൾ ഈ വൃഷ്ടിപ്രദേശം വെച്ചൊക്കെ പറയുന്നത് കൊണ്ടാണ് ഏറ്റവും നീളം കൂടിയത് പെരിയാറാണ്. പക്ഷെ നൈൽ ഓഫ് കേരള എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വിശേഷണമുള്ള നദി ഭാരതപ്പുഴയാണ്. ഇനി പ്രധാനപ്പെട്ട പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും ഒക്കെ പറഞ്ഞിരുന്നു. അതേപോലെ മറ്റ് ട്രിബ്യൂട്ടറീസ് ഉണ്ട്. തൂതപ്പുഴയുണ്ട്, ഗായത്രി പുഴയുണ്ട്, പിന്നെ കണ്ണാടിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും. ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട ഭാരതപ്പുഴയുടെ പോഷക നദികൾ. ഏതെല്ലാമാണ്? തൂതപ്പുഴ, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ, ഗായത്രി പുഴ. ഇതിൽ സൈലന്റ് വാലി ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ കുന്തിപ്പുഴയാണ് ഉത്തരം. കുന്തിപ്പുഴയും ഭാരതപ്പുഴയുടെ പ്രധാനപ്പെട്ട ഒരു ട്രിബ്യൂട്ടറി ആണ്, ഒരു പോഷക നദിയാണ്. അപ്പൊ സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം, അല്ലെങ്കിൽ പുഴ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം കുന്തിപ്പുഴയാണ്. ഈ കുന്തിപ്പുഴയ്ക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ആണ് കുന്തിപ്പുഴ. കാരണം സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്നത് കൊണ്ട് ലീസ്റ്റ് പൊല്യൂട്ടഡ് റിവർ ആണ് കുന്തിപ്പുഴ. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കൺഫ്യൂസിംഗ് ഫാക്ടർ, റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് PSCയില്. മിനി പമ്പ പ്രോജക്റ്റ് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു? അപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലോട്ട് പമ്പ എന്ന് കേൾക്കുമ്പോഴേ മിനി പമ്പയാണെന്ന് തന്നെ നമുക്ക് തോന്നാം അല്ലെ. പക്ഷേ മിനി പമ്പ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. അതായത് ഭാരതപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് ഓർക്കുക. കാരണം കുറ്റിപ്പുറം എന്ന് പറയുന്നത് ഒരു ഇടത്താവളമാണ്, ശബരിമലയുടെ ഒരു ഇടത്താവളമായിട്ടൊക്കെ കണക്കാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വടക്കുള്ളവർക്ക് അല്ലെങ്കിൽ അവിടെ ഉള്ളവർക്ക് ഇതിന്റെ ഒരു
ഈ ഒരു എന്താണ് ശബരിമലയുടെ ഒരു എന്താണ് ഇടത്താവളമായിട്ടൊക്കെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആയിട്ടൊക്കെ പറയുന്ന ഒരു സ്ഥലമാണ് കുറ്റിപ്പുറം. അപ്പോൾ അവിടെ കൂടി ഒഴുകുന്ന നദിയുടെ തീരത്ത് ഇവർ ഇതിന്റെ ഒരു പേര് വെച്ചിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നതാണ് മിനി പമ്പ പ്രോജക്റ്റ്. അപ്പൊ മിനി പമ്പ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത് കുറ്റിപ്പുറത്താണ്, ഭാരതപ്പുഴയുടെ തീരത്താണ്. അപ്പൊ ഭാരതപ്പുഴയിലാണ് മിനി പമ്പ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. കൺഫ്യൂഷൻ വരാം, പമ്പ എന്ന് കാണുമ്പോൾ നമുക്ക് മിനി പമ്പ പ്രോജക്റ്റ് പമ്പയിലാണ് എന്ന് തോന്നാം, പക്ഷെ അല്ല. അതുകൊണ്ടാണ് മിനി പമ്പ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ മിനി പമ്പ പ്രോജക്റ്റ് സ്ഥിതി ചെയ്യുന്ന നദി ഭാരതപ്പുഴയാണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? കുറ്റിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. ഇത്രയും ഫാക്ടുകളാണ് ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ളത്. നീള, പേരാർ എന്നീ പേരുകൾ അറിയപ്പെടുന്നു. കേരളത്തിലെ രണ്ടാമത്തെ നീളം കൂടിയ നദിയാണ്. ഏറ്റവും വലുത് വൃഷ്ടിപ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ നദിയാണ്. പിന്നീട് ഒഴുകുന്ന സ്ഥലങ്ങൾ പറഞ്ഞു. പ്രധാനപ്പെട്ട ഇതാണ് പോഷക നദികൾ, ട്രിബ്യൂട്ടറീസ് പറയുകയുണ്ടായി. അതുപോലെ തന്നെ മലമ്പുഴ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ് മലമ്പുഴ ഡാം, സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയിലാണ്. ഒക്കെ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തിരിക്കുക. നമുക്കിനി മൂന്നാമത്തെ നീളം കൂടിയ നദിയായ പമ്പ നദിയെ പറ്റി പഠിക്കാം. പമ്പ റിവർ ഈസ് ദ തേർഡ് ലോങ്സ്റ്റ് റിവർ ഇൻ കേരള. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പമ്പ. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്. ഓക്കെ, മൂന്നാമത്തെ ഏറ്റവും വലിയ നദിയാണ് പമ്പ. 176 കിലോമീറ്റർ ആണ് പമ്പയുടെ നീളം എന്ന് പറയുന്നത്, ലെങ്ത്. ഇനി എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പയുടെ ഉത്ഭവം. എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പയുടെ ഉത്ഭവം. ഇനി എവിടെ വന്ന് പതിക്കുന്നു? മൗത്ത് എന്ന് പറയുന്നത് പെരിയാറിന്റെ പോലെ തന്നെ വേമ്പനാട്ട് കായലാണ്. വേമ്പനാട്ട് കായലിലാണ് പമ്പാ നദിയും വന്ന് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ നദിയാണ് പമ്പ. ഒറിജിൻ അല്ലെങ്കിൽ അതിന്റെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ്. പതനം അല്ലെങ്കിൽ മൗത്ത്, അതായത് നമ്മുടെ എന്താണ് നദീമുഖം എന്ന് പറയുന്നത് വേമ്പനാട്ട് കായലാണ്. ഇനി പഴയ പേരുകൾ നമ്മൾ കഴിഞ്ഞ ഇതിലും ചർച്ച ചെയ്തതാണ്, കഴിഞ്ഞ 2 നദികളിൽ പറഞ്ഞതാണ്. പമ്പയുടെ പഴയ പേര് ബാരിസ് എന്നാണ്. അപ്പൊ പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പമ്പയാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പമ്പയാണ്. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദി ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം പമ്പയാണ്. ഇനി പമ്പ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലോട്ട് വരുന്ന അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രമാണ്, അല്ലെങ്കിൽ ഒരു പിൽഗ്രിമേജ് സെന്റർ ആണ് ശബരിമല. അപ്പൊ ശബരിമലയുമായി വളരെ ബന്ധമുള്ള ഒരു നദിയാണ് പമ്പ. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഗംഗ, കേരളത്തിലെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നുണ്ട്. തിരിഞ്ഞു പോകരുത്, ദക്ഷിണ ഗംഗ എന്ന് പറയുന്ന ഇന്ത്യയിലെ നദി, അല്ലെങ്കിൽ പൊതുവായി കേരളമൊന്നും ചോദിക്കുന്നില്ല. ദക്ഷിണ ഗംഗ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ, വൃദ്ധ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദി ഗോദാവരിയാണ് ഇന്ത്യയിലെ. പക്ഷെ കേരളത്തിലെ ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത്, അതാണ് എടുത്തു പറയുന്നത്, ദക്ഷിണ ഗംഗ ഓഫ് കേരള എന്ന് ചോദിക്കുകയാണെങ്കിൽ മാത്രം പമ്പ എന്ന് എഴുതുക. കുറച്ചുകൂടി പോപ്പുലർ ആയിട്ടുള്ള മറ്റൊരു വിശേഷണവും കൊടുക്കുന്നുണ്ട്, ദക്ഷിണ ഭാഗീരഥി, അത് പമ്പയാണ്. ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി പമ്പയാണ്. പിന്നെ കേരളത്തിന്റെ ദക്ഷിണ ഗംഗ, ഇതെല്ലാം പറയാൻ കാരണം പുണ്യ നദി ആയതുകൊണ്ടാണ്. ശബരിമല പിൽഗ്രിമേജ് സെന്ററിന്റെ ലൊക്കേഷന്റെ ഒരു ആസ്പെക്റ്റിലാണ് പറയുന്നത്. പുണ്യ നദിയായിട്ട് കണക്കാക്കുന്നത് കൊണ്ടാണ് ഈ വിശേഷണങ്ങൾ പമ്പയ്ക്ക് ലഭിക്കുന്നത്. ഇനി തിരുവിതാംകൂർ, അതായത് ഇത് ഒഴുകുന്ന സ്ഥലം ഇടുക്കിയിലൂടെ ഒഴുകുന്നുണ്ടെങ്കിലും ഉത്ഭവിക്കുന്നുണ്ടെങ്കിലും പത്തനംതിട്ടയിലൂടെയൊക്കെ ഒഴുകുന്നത് കൊണ്ട് തിരുവിതാംകൂറിന്റെ പാർട്ടാണ്. അപ്പൊ പണ്ട് ഇത് തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് മറ്റൊരു വിശേഷണത്തിലും പമ്പ അറിയപ്പെടുന്നുണ്ട്. ലൈഫ് ലൈൻ ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. അതായത് തിരുവിതാംകൂറിന്റെ ജീവരേഖ, കേരളത്തിന്റെ അല്ല. കേരളത്തിന്റെ ജീവരേഖ ഏതാണ്? നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്, പെരിയാറാണ്. പക്ഷേ തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഉത്തരം പമ്പയാണ്. കാരണം തിരുവിതാംകൂറിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പമ്പ. പിന്നെ ഒഴുകുന്നതും തിരുവിതാംകൂർ, പഴയ തിരുവിതാംകൂർ പ്രദേശത്തിലൂടെയാണെന്ന് മനസ്സിലാക്കുക. The river Pamba enriches the land of Pathanamthitta districts and Kuttanad area of Alappuzha. അപ്പോൾ എവിടെ കൂടിയൊക്കെ ഒഴുകുന്നു? ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നു? ഇടുക്കിയിലാണ് ഉത്ഭവമെങ്കിലും കൂടുതലും ഒഴുകുന്നത് പത്തനംതിട്ടയിലാണ്. പിന്നീട് ആലപ്പുഴ വഴി, അതായത് കുട്ടനാട് ഏരിയയിലൂടെയൊക്കെ ഒഴുകുന്നുണ്ട്. പിന്നീട് എവിടെ വന്ന് പതിക്കുന്നു? വേമ്പനാട്ട് കായലിൽ വന്ന് ചേരുന്നു. അതായത് നമ്മൾ പറഞ്ഞതാണ്, പുളിച്ചിമല എന്ന് പറയുന്നത് പീരിമേട് പീഠഭൂമിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. ഇനി റിവർ ഷെയർസ് ഇറ്റ്സ് നോർത്തേൺ ബൗണ്ടറി വിത്ത് മണിമല റിവർ ബേസിൻ വൈൽ ഷെയർസ് ദ സദേൺ ബൗണ്ടറി വിത്ത് അച്ചൻകോവിൽ റിവർ ബേസിൻ.
മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഈ പമ്പാ നദിയുടെ വടക്കേ അതിർത്തിയും തെക്കേ അതിർത്തിയും പറ്റിയാണ് പറയുന്നത്. വടക്കേ അതിർത്തി മണിമല റിവർ ആണ്. അതേപോലെ താഴെ തെക്കോട്ട് വരുമ്പോൾ സൗതേൺ ബൗണ്ടറി എന്ന് പറയുന്നത് അച്ചൻകോവിൽ റിവർ ബേസിനാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണ് പമ്പ ഒഴുകുന്നത്. മണിമല ബേസിനും അച്ചൻകോവിൽ ബേസിനും ഇടയിലൂടെയാണ് പമ്പ ഒഴുകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത്രയുമാണ് പമ്പ നദിയെ പറ്റിയുള്ളത്. കേരളത്തിലെ മൂന്നാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പമ്പ. ഉത്ഭവസ്ഥാനമൊക്കെ ഓർത്തിരിക്കുക. ഇടുക്കി ജില്ലയിലെ പുളിച്ചിമലയാണ്. പതനം വേമ്പനാട്ട് കായലാണ്. പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്നു. തിരുവിതാംകൂറിന്റെ ജീവരേഖ, ലൈഫ് ലൈൻ ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെട്ടിരുന്നു. വൈ? ബിക്കോസ് ലോങ്സ്റ്റ് റിവർ ഓഫ് ട്രാവൻകൂർ പ്രിൻസ്ലി സ്റ്റേറ്റ്. അതുകൊണ്ടാണ്. പിന്നെ ഹോളി റിവർ ആണ്. പിൽഗ്രിമേജ് സെന്ററായ ശബരിമലയുടെ താഴെ കൂടി ഒഴുകുന്ന നദിയാണ് പമ്പ. അതുകൊണ്ട് തന്നെ ദക്ഷിണ ഭാഗീരഥി, ദക്ഷിണ ഗംഗ ഓഫ് കേരള, ഓക്കെ, ദക്ഷിണ ഗംഗ ഓഫ് കേരള എന്നീ പേരുകളിലെല്ലാം അറിയപ്പെടുന്നുണ്ട്. കൺഫ്യൂഷൻ വരരുത്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നദി ഗോദാവരിയാണ്. ഓക്കെ, ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ, വൃദ്ധ ഗംഗ എന്നൊക്കെ അറിയപ്പെടുന്ന നദി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. Now let's move to the fourth longest river of Kerala. കേരളത്തിലെ നാലാമത്തെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലിയാർ പുഴ അല്ലെങ്കിൽ ചാലിയാർ റിവർ. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 169 കിലോമീറ്റർ ആണ്. കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ പുഴ. നീളം 169 കിലോമീറ്റർ ആണ്. ഇതിന്റെ മറ്റൊരു പേര് ബേപ്പൂർ പുഴ എന്നാണ്. ബേപ്പൂർ റിവർ എന്നും അറിയപ്പെടുന്നുണ്ട്. ഇനി ചാലിയാർ പുഴയുടെ ഒറിജിൻ ആണ്, ഉത്ഭവമാണ്. ചാലിയാർ റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ഇളമ്പലേരി ഹിൽസ് ഓൺ വെസ്റ്റേൺ ഗട്ട്സ്. പശ്ചിമഘട്ടത്തിലെ ഇളമ്പലേരി ഹിൽസ്, കുന്നുകൾ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് ചാലിയാർ പുഴ ഉത്ഭവിക്കുന്നത്. ഏതെല്ലാം ജില്ലകളിലൂടെ ഒഴുകുന്നു എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഫ്ലോസ് ത്രൂ വയനാട്, മലപ്പുറം ആൻഡ് കോഴിക്കോട് ആൻഡ് ഫൈനലി എംപ്റ്റീസ് ഇൻടു അറേബ്യൻ സീ ഫ്രം ബേപ്പൂർ. നമ്മൾ നേരത്തെ പറഞ്ഞു ബേപ്പൂർ നദി അല്ലെ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ എന്ന് പറഞ്ഞു. അത് കാരണം എന്താണ്? കോഴിക്കോട് അവസാനം പതിക്കുന്ന ആ ഒരു പതന സ്ഥലം, ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ബേപ്പൂർ ആണ്. അപ്പൊ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകി ബേപ്പൂരിലൂടെ അറബിക്കടലിൽ പതിക്കുകയാണ് ചാലിയാർ പുഴ ചെയ്യുന്നത്. കേരളത്തിലെ നാലാമത്തെ വലിയ നദിയാണ് ബേപ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. നമുക്കിനി ചാലിയാർ പുഴയുടെ ട്രിബ്യൂട്ടറീസ്, പോഷക നദികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സം ഓഫ് ദ ട്രിബ്യൂട്ടറീസ് ഓഫ് ദിസ് റിവർ ആർ ചെറുപുഴ, ഇരുവഴങ്ങിപ്പുഴ, കുതിരപ്പുഴ, കുറുവൻ പുഴ, കരിമ്പുഴ, പാണ്ടിപ്പുഴ. അങ്ങനെ ധാരാളം ട്രിബ്യൂട്ടറീസ് ഉള്ള ഒരു നദിയാണ് ചാലിയാർ റിവർ. ഓക്കെ, ഇനി ഫ്ലോസ് ത്രൂ നിലമ്പൂർ തേക്ക് ഫാക്ടറി. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. നിലമ്പൂർ തേക്ക് ഫാക്ടറിയിലൂടെ ഒഴുകുന്ന നദി ഏതെന്നും കൂടി അറിഞ്ഞിരിക്കണം. അത് ചാലിയാർ പുഴയാണ്. അപ്പൊ നിലമ്പൂർ തേക്ക് ഫാക്ടറിയിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ പുഴയാണ്. ഇനി മറ്റൊരു ഫാക്ട്, ഫേമസ് ഫോർ കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി ബോട്ട് റേസ്. കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളിക്ക് ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുഞ്ഞാലിമരയ്ക്കാർ വള്ളംകളി നടക്കുന്ന പുഴ ഏത് എന്ന് ചോദിച്ചാൽ ഉത്തരം ചാലിയാറാണ്. അപ്പൊ നിലമ്പൂർ തേക്ക് ഫാക്ടറിയിലൂടെ ഒഴുകുന്ന പുഴ, അതുപോലെ തന്നെ കുഞ്ഞാലിമരയ്ക്കാർ ബോട്ട് റേസ് നടക്കുന്ന പുഴ ഏത് എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ചാലിയാറാണ്. ആൻഡ് ദിസ് റിവർ ഡസ് നോട്ട് ഗെറ്റ് ഡ്രൈഡ് അപ്പ് ഡ്യൂറിങ് സമ്മർ സീസൺ. ദിസ് റിവർ ഡസ് നോട്ട് ഗെറ്റ് ഡ്രൈഡ് അപ്പ് ഡ്യൂറിങ് സമ്മർ സീസൺ. അതായത് വേനൽക്കാലങ്ങളിൽ വറ്റിപ്പോകാത്ത പുഴയാണ് ചാലിയാർ പുഴ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറയുകയുണ്ടായി, കേരളത്തിലൂടെ ഒഴുകുന്ന അല്ലെങ്കിൽ പെനിൻസുലാർ റിവേഴ്സ് എല്ലാം സീസണലാണ്. ചില നദികൾ ഒഴിച്ചാൽ ബാക്കി നദികളെല്ലാം എന്തായി പോകുന്നുണ്ട്? അതിന്റെ ജലനിരപ്പ് കുറയുകയും അല്ലെങ്കിൽ വറ്റിപ്പോകുന്ന ഒരു അവസ്ഥയിലോട്ട് എത്തുന്നുണ്ട്. പക്ഷെ ചാലിയാർ പുഴയ്ക്ക് ആ ഒരു ഇതില്ല, സ്ഥിതിയല്ല ഉള്ളത്. അത് സമ്മർ സീസണിലും നല്ല സമൃദ്ധിയോടുകൂടി ഒഴുകുന്ന ഒരു നദിയാണ് ചാലിയാർ പുഴ എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയാണ് ചാലിയാർ പുഴ. ബേപ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നിലമ്പൂർ തേക്ക് ഫാക്ടറിയിലൂടെ ഒഴുകുന്നുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞാലിമരയ്ക്കാർ ട്രോഫി ബോട്ട് റേസ് നടക്കുന്ന പുഴയാണ് ചാലിയാർ പുഴ. അപ്പോൾ മറ്റ് നദികളെ പോലെയല്ല, വേനൽക്കാലത്തും സമൃദ്ധമായി ഒഴുകുന്ന നദിയാണ് ചാലിയാർ പുഴ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ പ്രധാനപ്പെട്ട 4 നദികളെ പറ്റി ഡിസ്കസ് ചെയ്തു. ഏതെല്ലാമാണ്? പെരിയാർ, ഭാരതപ്പുഴ, പമ്പ, അതുപോലെ തന്നെ ചാലിയാർ. ഇത് 4 കേരളത്തിലെ പ്രധാനപ്പെട്ട 4, അതായത് ഈ ദൂരം പറയുകയാണെങ്കിൽ, ഒഴുകുന്ന ദൂരം പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട 4 നദികളാണ്. മറ്റ് നദികളെ പറ്റിയും അതുപോലെ തന്നെ നദികളെ പറ്റിയുള്ള മറ്റ് വിശദാംശങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.